കാഞ്ചനമാലയുടെയും മുക്കത്തുകാരുടെയും ഏറെ നാളത്തെ കാത്തിരിപ്പിനാണ് വിരാമമാകുന്നത്. താൽക്കാലിക ഷെഡിൽ പരിമിതികൾക്കുള്ളിൽ പ്രവർത്തിക്കുന്ന BP മൊയ്തീൻ സേവാ മന്ദിറിന്റെ തൊട്ടടുത്താണ് പുതിയ കെട്ടിടത്തിനും തറക്കല്ലിടുക. എന്ന് നിന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിന് ശേഷം മാധ്യമങ്ങളിൽ വന്ന വാർത്തയെ തുടർന്നാണ് ദിലീപ് സേവാ മന്ദിറിനെ സഹായിക്കാൻ രംഗത്തെത്തിയത്. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞാൻ വായിച്ചറിഞ്ഞു. ആ കെട്ടിടം ഞാൻ നിർമ്മിക്കുന്നതിൽ വിരോധമുണ്ടോ എന്നാണ് ചോദിച്ചത്. വിരോധമോ, ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ചിത്രത്തെക്കുറിച്ചുള്ള കാഞ്ചനമാലയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ഞാൻ പടം കണ്ടിട്ടില്ല, എനിക്കിപ്പോൾ താല്പര്യമില്ല. നമ്മുടെ ഓരോരുത്തരും ഓരോ മനസ്സല്ലേ, എല്ലാവർക്കും ഒരേ മനസ്സായില്ലല്ലോ ഉണ്ടാവുക. സിനിമയ്ക്കെതിരെ അഭിപ്രായ വ്യത്യാസമില്ലെന്നും ചിത്രം ഇറങ്ങിയതിനു ശേഷം തന്നെ കാണാനെത്തുന്നവരെ കണ്ട് അത്ഭുതപ്പെടുന്നുണ്ടെന്നും അവർ പറഞ്ഞു. പലപ്പോഴും ഞാൻ അത്ഭുതപ്പെടുക, ഇതെന്താണ് ഇപ്പോൾ പ്രശ്നം. ഞാനൊരു വന്യജീവി, നമ്മളുണ്ടാവുമല്ലോ സൂവിലൊക്കെ ഒരു പ്രത്യേക ജീവി വന്നാൽ എല്ലാവരും കൂടി ഓടി, അതുപോലുള്ളൊരു ആൾക്കൂട്ടത്തിൻ്റെ 24 മണിക്കൂർ, 24 നമ്മൾ രാത്രി 8-8:30 കഴിഞ്ഞാൽ ചിലപ്പോൾ വീട്ടിലായിരിക്കും. ഇന്നലെയൊക്കെ 9:00-ക്കും 10:00-നൊക്കെ വീട്ടിലാളാണ്. അങ്ങനെ ഉള്ളൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ആ സിനിമ ആളുകളെ വല്ലാതെ ആകർഷിച്ചിരിക്കുന്നുവെന്നാണ് എനിക്ക് തോന്നുന്നത്. സിനിമ ഇറങ്ങുന്നതിന് മുൻപ് അണിയറ പ്രവർത്തകർ 5 ലക്ഷം രൂപ സേവാമന്ദിറിനായി നൽകിയിരുന്നെന്നും പിന്നീട് ആരും വിളിച്ചിട്ടില്ലെന്നും കാഞ്ചനമാല പറഞ്ഞു. മറ്റു പല കോണുകളിൽ നിന്നും സഹായങ്ങൾ എത്തുന്നുണ്ട്. അവർ വന്നിട്ടില്ലല്ലോ, അവരവിടെ വന്നിട്ടില്ല. പടം കഴിഞ്ഞതിന് ശേഷം വിളിക്കുകയോ പറയുകയോ ചെയ്യാതെ വന്നിട്ടില്ല. അബലകൾക്ക് സേവാമന്ദിർ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഭവന പദ്ധതിയുടെ ഉദ്ഘാടനവും വെബ്സൈറ്റ് ലോഞ്ചിങ്ങും ചടങ്ങിൽ നടക്കും. മീഡിയ 1 കോഴിക്കോട്.